ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് റെനിത. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. ഞാനിവിടെ 2025 ഓഗസ്റ്റ് 23 എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ധ്യാനങ്ങൾ വരുന്നത്. സാറ്റർഡേ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് ഒരു അത്ഭുതം കാണാതെ ഞാനിത് വിശ്വസിക്കില്ല, എനിക്കിവിടെ തന്നെ ഒരു അത്ഭുതം നടക്കണമെന്ന്. അപ്പം ഞാനിവിടെ അകത്ത് വന്നിരുന്നു, കരഞ്ഞ് പ്രാർത്ഥിച്ചു. അച്ഛൻ ഇവിടെ വന്നു പ്രാർത്ഥന തുടങ്ങി, ആരാധന തുടങ്ങിയപ്പോൾ ഞാനും കൈകൊട്ടി പാട്ടുപാടി കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞു, പോൾ എന്ന് പറയുന്ന 8 വയസ്സുള്ള ഒരു മോന് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ആ മോനെ അത് അമ്മ ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, അത് മാറിക്കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം 2025 ഓഗസ്റ്റിൽ മോന് ശരിക്കും 11 വയസ്സുണ്ട്. പക്ഷേ 8 വയസ്സ് തൊട്ട് പുള്ളിക്കാരനിങ്ങനെ ബാക്ക് ക്യാൻസർ പറയുക, ഇച്ചിരി ആക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ മോനിപ്പോൾ പഠിക്കുന്നത് കാത്തലിക്സിൻ്റെ അച്ഛന്മാർ സിസ്റ്റേഴ്സ് നടത്തുന്ന മൈസൂരിലൊരു റെസിഡൻഷ്യൽ സ്കൂളിലാണ്. അപ്പോൾ അവിടെ സിസ്റ്ററുണ്ട്, ഒരു മദറുണ്ട് അവന്. അപ്പോൾ ആ പുള്ളിക്കാരി എപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ സിസ്റ്റർ പറയും ഓരോ കംപ്ലൈൻറ്റാണ്. അപ്പോൾ എനിക്ക് സിസ്റ്ററിൻ്റെ മെസ്സേജ് വരുമ്പോഴേ എനിക്കങ്ങ് വിഷമമായത്, ദൈവമേ എന്താണെന്ന്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൗൺസിലിലെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു, മോന് വേണ്ടി ഭയങ്കരമായിട്ട് വിഷമിച്ചാണോ വന്നിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, മറിയം ആരാണ്, ചൊറിച്ചിൽ നേരത്തെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മമ്മിയുടെ പേര് മറിയാമെന്ന്. അപ്പോൾ പറഞ്ഞു, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ആ പുള്ളിക്കാരിക്ക് വേണ്ടി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിവിടെ ഉണ്ട്. അപ്പോൾ ഞാനിവിടുന്ന് തിരിച്ചു പോയി. അപ്പം എനിക്കിങ്ങനത്തെ ജപമാലയൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് യൂട്യൂബിനകത്തുനിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തു. അപ്പം ഞാൻ സെക്കൻഡ് സ്റ്റഡ് 25 വർഷത്തിന് മേളിലായിട്ട് എനിക്കിഷ്ടമാണ് മാറി മാറി ഇടാൻ. അപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ജപമാല കൂടിയപ്പോൾ അച്ഛൻ ഇങ്ങനെ എപ്പോഴും പറയുന്നു സെക്കൻഡ് സ്റ്റഡ്. അപ്പം ഞാൻ അതൊരു വേണ്ടാന്ന് വെച്ചു, ജീവിതത്തിൽ അതങ്ങ് ഊരിക്കളഞ്ഞു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്ററിൻ്റെ ഒരു വോയിസ് മെസ്സേജ് വന്നു, ഒരു വിവരവും ഇല്ലല്ലോ, എന്താ വിളിക്കാത്ത. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്റർ എന്ന് വിളിച്ചാലും അടിപിടിയാണ്, അതുകൊണ്ടാണ് വിളിക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, പോള് ഇപ്പോൾ ഭയങ്കര ശാന്തനായി, ഞാൻ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലും ഒരു സൈഡിൽ കൂടെ അങ്ങ് പോവാ, ഒരു ബാക്ക് ക്യാൻസറും പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്ററിന് അവൻ്റെ ബാക്ക് ക്യാൻസർ കേൾക്കാനിട്ട് ഒരു സമാധാനം ഇല്ല. അപ്പോൾ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും സിസ്റ്റർ പറഞ്ഞു, അയ്യോ അവന് ഭയങ്കര മാറ്റം കേട്ടോ, എന്ത് പറ്റിയെന്ന് ഒരു പിടുത്തവും ഇല്ല. ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റി, എന്തെങ്കിലും വിഷമം ഉണ്ടോയെന്ന്. അപ്പോൾ ഇല്ല, സിസ്റ്റർ വഴക്ക് പറഞ്ഞു നോക്കി, അപ്പോഴും ഒന്നും പറയുന്നില്ല, ഒരു സൈഡിൽ കൂടെ അങ്ങ് നടന്നു പോകുന്ന. അത് കഴിഞ്ഞ് ഒരാഴ്ചയൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് കൗൺസിലർ പറഞ്ഞ പോലെ എൻ്റെ മമ്മിക്കൊരു ചെറിയ ജലദോഷം വന്ന് ഹോസ്പിറ്റലിൽ കയറിയതാണ്, ന്യൂമോണിയ ആയെന്ന് പറഞ്ഞ് ICUലാക്കി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബെന്തിങ്ങ ഒന്നും ഉപയോഗിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ICUലാക്കുമ്പോൾ മമ്മിക്ക് പണ്ട് 5 years ബാക്ക് ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് അവരെല്ലാ ടെസ്റ്റും ചെയ്യണമെന്ന് പറഞ്ഞു. അവർ ന്യൂമോണിയ കൂടിപ്പോയി, അതുകൊണ്ട് ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കുമെന്ന് പറഞ്ഞ് CT സ്കാൻ ചെയ്തു. CT സ്കാൻ ചെയ്തപ്പോൾ ന്യൂമോണിയയുടെ ലീഷൻ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് ക്യാൻസർ 2ാമത് വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓങ്കോളജിസ്റ്റിൻ്റെ റെഫറൻസ് എടുത്തു, പെറ്റ് സ്കാനിന് വേണ്ടി കൊണ്ടുപോയി. പെറ്റ് സ്കാൻ റിപ്പോർട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ബെന്തിങ്ങ മമ്മിയെ ഇടിയിപ്പിച്ചു. എന്നിട്ട് ഇവിടുന്ന് കൊണ്ടുപോയി ഒലിവ് ഓയിലും ഹണി അതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പെറ്റ് സ്കാന് 24 hours ഫാസ്റ്റിംഗ് ഒക്കെ ഇരുന്നിട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പെറ്റ് സ്കാൻ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് ക്യാൻസർ എങ്ങനെ ട്രീറ്റ് ചെയ്തോ അതുപോലെ തന്നെ ഉണ്ട്, ക്യാൻസർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, അതിനൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. വീണ്ടും പുള്ളിക്കാരി പഴയതുപോലെ തന്നെ ആക്റ്റീവായി. പിന്നെ ഞങ്ങൾ ദേഹം ഫുള്ള് ഇപ്പോൾ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ദേഹത്തെല്ലാം അങ്ങ് മൊരി പോലെ, എവിടെ നിൽക്കുന്നോ, എന്ത് ഡ്രസ്സ് ഇടുന്നോ, എവിടെ നിന്നാലും പൊടി പൊഴിഞ്ഞു വീഴുക ദേഹം ഫുള്ള്. അപ്പം മമ്മിയെ പിന്നെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരു മടി. എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ ഹിസ്റ്ററി പണ്ടുണ്ടായിരുന്നതുകൊണ്ട് എല്ലാ ഡോക്ടേഴ്സും എല്ലാ ടെസ്റ്റും ചെയ്യും വീണ്ടും. അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു, മമ്മി ഇത് കൂടാൻ തുടങ്ങി ജപമാല. മമ്മി പറഞ്ഞു, ഞാനെന്ന ഒരു കാര്യം നോക്കട്ടെ, ഇത് ഒലിവ് ഓയിൽ ഞാൻ അപ്പോൾ തേച്ച് നോക്കട്ടെ, ചിലപ്പോൾ ഇത് മാറും, എനിക്കൊരു വിശ്വാസം. അപ്പം മമ്മി അങ്ങോട്ട് തേക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഫുള്ള് മാറി. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടേ ഇല്ല ഇതുവരെ. പിന്നെ ഉണ്ടായിട്ടില്ല. നല്ലൊരു കൈയടി കൊടുത്തേ. പിന്നെ മോന്റെ കാര്യം എങ്ങനെയാ? മോനിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ, ശാന്തനായില്ല. നല്ലൊരു കൈയടി കൊടുത്തേ. കണ്ടോ, ഹൈപ്പർ ആക്റ്റീവ് മാറിയത് കണ്ടോ. അപ്പോൾ എത്ര നാളായി ഇപ്പോൾ മാറിയിട്ട്? ഓഗസ്റ്റിൽ സംഭവിച്ചതാണ്. പിന്നെ കേട്ടോ, ആദ്യമായിട്ടൊരു 1 day കൺവെൻഷന് വന്നതാണ്. അപ്പോൾ വിളിച്ചു പറയാണ്, പോളെന്ന് പേരുള്ള ഒരു കൊച്ചിൻ്റെ അമ്മ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മകന് വയസ്സിറങ്ങാൻ പറഞ്ഞില്ല.
അങ്ങനെ പറഞ്ഞ് വയസ്സടക്കം പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഹൈപ്പർ ആക്റ്റീവായ കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു പറഞ്ഞു. പിന്നെ ഇതേ സൗഖ്യമായി ഉണ്ടോ. അതാണ് എപ്പോഴും ഞാൻ പറയുന്നത്, അതാണ് ഹൈപ്പർ ആക്റ്റീവ് പെട്ടെന്ന് മാറുന്ന അസുഖമാണോ എന്നാലോചിച്ച് നോക്കിയാൽ. എത്ര മരുന്ന് കഴിച്ചാൽ മാറണോ? ഹൈപ്പർ ആക്റ്റീവ്, ഓട്ടിസം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒന്നും പെട്ടെന്ന് മാറുന്ന അസുഖമല്ല. ഇതാണ് ഈ അത്ഭുത ജപമാല കണ്ട് ഇവിടുത്തെ ശുശ്രൂഷകളിലൂടെ സൗഖ്യം കിട്ടുക. അവരുടെ പ്രിയപ്പെട്ടവരെ വന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടിയല്ല, പോളല്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്, ആ കൊച്ചല്ല ഇവിടെ പ്രാർത്ഥിച്ചത്, അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മ കത്തോലിക്ക ഇതിൽ വിഭാഗമല്ല എങ്കിലും വിശ്വാസത്തോടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇതേ അത്ഭുതം, നമ്മുടെ വെന്തിങ്ങ സ്വീകരിച്ചു, അത്ഭുത ജപമാല കണ്ടു. അവരങ്ങനെ ജപമാലൊന്നും അധികം കാണാറില്ല, പക്ഷെ ഇതൊക്കെ കണ്ടു പഠിച്ചു. കണ്ടോ, ഈ അമ്മയോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് വെന്തിങ്ങയൊക്കെ കഴുത്തിൽ ധരിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക.